ആർ ഗോയിങ് ടു കോഴിക്കോടോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അങ്ങനെ നമ്മളെ പെരയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പാറപ്പള്ളിയാണ്. പാറപ്പള്ളിയിൽ നമ്മൾ ചായ, ഉപ്പിലിട്ട മാങ്ങ, സിപ്പപ്പ് ഇതൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വയറ് വീണ്ടും വിശക്കിലെടുത്തി. അപ്പം നമ്മൾ ഐസ് എടുത്ത് വാങ്ങിക്കഴിച്ച്. ഐസ് എടുത്ത് എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് നമ്മളെ വയറിന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി താഴത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ വന്നു. ഹൈലൈറ്റ് മാളിൽ വന്നത് എന്തിനാ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാര്യമായിട്ട് വാങ്ങാനൊന്നുമില്ല. പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരും നമ്മളൊക്കെ പാട്ട് എനിക്ക് കുട്ടിങ്ങി അങ്ങോട്ടും ഇല്ല വെച്ചിട്ട് ലിഫ്റ്റിൽ നിൽക്കുകയാണ്. ഫൈനലി നമ്മൾ നേരെ പോയത് വാഷ്റൂമിലാണ്. ഞാൻ പോയത് വീഡിയോ എടുക്കാനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിലൊന്നും വാങ്ങുമെന്ന് വിചാരിച്ച് പോയതായിരുന്നില്ല. പക്ഷേ ഉമ്മ അവിടുന്ന് ഡ്രസ്സ് വാങ്ങി. ഉമ്മ വാങ്ങി അത് എനിക്കും കൂടെ വാങ്ങിയ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ അനിയനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിഡ്സോണ് പോയിട്ട് കുറച്ച് നേരം കളിച്ച്. അതൊക്കെ കഴിഞ്ഞ് താഴത്തെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് റേച്ചൽ സിനിമയുടെ ലോഞ്ചിങ്ങിനായിട്ട് നമ്മൾ ഹണി റോസ് വന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല കേട്ടോ ഹണി റോസ് വരുന്നത്. എന്തൊരു പാവമായിരുന്നറിയോ, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ നെട്ടിപ്പോയി. നല്ല ക്ലിയർലി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഹണി റോസ് വരുന്നുണ്ടെങ്കിൽ താഴെ തന്നെ പോയി നോക്കിയിട്ട് ഞങ്ങൾ 3rd ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഹണി റോസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ഒക്കെ കണ്ടിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. റേച്ചൽ സിനിമ എല്ലാവരും പോയി കാണണം. 12-ാം തീയതിയാണ് റിലീസിങ് കേട്ടോ. ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കേട്ടോ ഈ ഒരു സംഭവത്തിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. സംഭവം എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. ഇത് ഞാൻ ചൂസ് ചെയ്തത് സോംബീൻ്റെനു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും നല്ല പേടിയുള്ളതായിട്ടുള്ളൊരു സാധനമാണ് സോംബി. 8 നല്ല പേടിയാണ്. 8 ആവാനത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. 8 എനിക്കെന്നാൽ സോംബിനേക്കാളും കുറച്ചുകൂടെ പേടിയുള്ളത്. നമുക്ക് അവിടെ നിന്ന് ചിരിക്കുക. ഞാൻ ഓരോന്ന് കാട്ടുന്നുണ്ട് നമുക്ക് പുറമെ കാണാൻ അന്തല്ല എന്ന് തോന്നും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ ബൈ.